ജാസ്മിനും മറ്റു കണ്ടസ്റ്റൻസും തമ്മിൽ വഴക്ക്. റീസൺ ഇതാണ്. ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ രാജാവായിരുന്നത് ജിൻഡോയാണ്. ജിൻഡോന്റെ കയ്യിൽ നിന്നാണ് ജാസ്മിൻ രാജ്ഞി പട്ടം വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ജാസ്മിൻ രാജ്ഞിയാവുന്നു. കുറേ റൂൾസ് ഒക്കെ കൊണ്ടുവരുന്നു. ആരും അനാവശ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല, കോമഡി പറയാൻ പാടില്ല, ആവശ്യമില്ലാത്ത ആക്ഷൻസ് ഒന്നും കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റൂൾസ് കൊണ്ടുവരുന്നു. അതേപോലെ ശ്രീധുവിനെയും അഭിഷേകിനെയും ജാസ്മിന്റെ കൂടെ നിർത്തുന്നു, ജാസ്മിനെ ഉല്ലസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അർജുനെയും ഋഷിനെയും കിച്ചൺ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇടുന്നു. സിജോയിനെയും ജിൻഡോനെയും വീട് വൃത്തിയാക്കാനും പറയുന്നു. അങ്ങനെ ജാസ്മിൻ ഭരണം തുടരുകയാണ്. ഇതിനിടയ്ക്ക് അടുക്കളയിൽ നിന്ന് ഉറക്ക സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജാസ്മിൻ ആരവിടെ ഉറക്ക സംസാരിച്ചത്, ഉറക്ക സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളേന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോൾ സിജോ ചെങ്കോല് തട്ടിയെടുത്തു. ചെങ്കോല് നഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കിനും വീട്ടുകാരൊക്കെ പറയുന്നുണ്ട് ചെങ്കോല് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് രാജ്ഞി നിന്നെടുത്ത് നിന്ന് മാറാൻ പാടില്ല, അതാണ് റൂൾസ് എന്ന്. പക്ഷെ ആദ്യം ജാസ്മിൻ അത് കേൾക്കുന്നില്ല. പിന്നെ കുറേ നേരം മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ജാസ്മിൻ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നത്. എന്നിട്ട് അഭിഷേകിന്റെ അടുത്ത് പറയുന്നു പോയി ചെങ്കോല് മേടിച്ചുകൊണ്ട് വരാൻ. ഇപ്പൊ രാജ്ഞിയാണ് ഉത്തരവിട്ട് ഇപ്പൊ അഭിഷേക് പോയിട്ട് പിടിച്ചെടുത്തോണ്ട് വരേണ്ടതാണ്. ഇന്നലെ സായി ഒക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അഭിഷേക് വളരെ സ്ലോയിൽ ചെന്നിട്ട് സിജോന്റെ അടുത്ത് താ ചെങ്കോല് താ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ തന്നെ ജാസ്മിന് ദേഷ്യം വരുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ശ്രീധുവിന്റെ അടുത്ത് പറയുന്നു പോയി ചെങ്കോല് മേടിച്ചുകൊണ്ട് വരാൻ. അപ്പൊ ശ്രീധു ഞാൻ പിന്നെ രാജ്ഞി എന്ത് പറഞ്ഞാലും കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സിജോന്റെ അടുത്തുനിന്ന് ചെങ്കോല് വാങ്ങാൻ പോകുന്നു. സിജോയും ശ്രീധുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. ലിവിംഗ് റൂമിന്റെ മേളിലുള്ള ലൈറ്റ് പൊട്ടി തറയിൽ മൊത്തം ചില്ലാവുന്നുണ്ട്. അപ്പൊ സിജോ ആ ചില്ല് വൃത്തിയാക്കാനായിട്ട് ഇരുന്നിട്ട് ചെങ്കോല് അർജുനെ ഏൽപ്പിക്കുന്നു, അർജുൻ ശ്രീധുവിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ ശ്രീധു ഇത് കൊണ്ടുവന്ന് ജാസ്മിന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ശ്രീധു കൊടുത്തില്ല. അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ ജാസ്മിൻ എന്ത് ചെയ്തു, കഴുത്തേ കിടന്ന താക്കോലും കൂടി ഊരിയിട്ട് ശ്രീധുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീധുവിനെ വിളിച്ചു. അപ്പൊ ശ്രീധു പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജാസ്മിൻ അത് വിഷമായിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ എന്ത് ചെയ്തു, ആ താക്കോല് നേരെ അഭിഷേകിന്റെ കയ്യിൽ കൊടുത്തു. ജാസ്മിന്റെ വിചാരം ഈ ചെങ്കോലും പോയി താക്കോലും പോയി, അപ്പൊ എനിക്ക് അധികാരം ഇല്ല, പിന്നെ എനിക്കിനി എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം, മിണ്ടുകയും ചെയ്യാം. പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് ഇന്നലെ സായി അങ്ങനെയല്ലായിരുന്നു, ഇത് രണ്ടും പോയിട്ടും അധികാരം നഷ്ടപ്പെട്ടിട്ടും ബിഗ് ബോസ് വിളിച്ച് പറയുന്നിടം വരെ മിണ്ടിയിട്ടുമില്ല, അനങ്ങിയിട്ടുമില്ല. അവസാനം ഞങ്ങൾ ജയിലിലേക്ക് വരെ പിന്നെ സായിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ജാസ്മിനും ഇന്ന് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ ജാസ്മിൻ അത് സമ്മതിക്കുന്നില്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തർക്കിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ ജിൻഡോന്റെ അടുത്ത് നിന്ന് അധികാരം വാങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് അത് വിളിച്ചു പറഞ്ഞില്ല, അപ്പൊ പിന്നെ എനിക്ക് അധികാരം നഷ്ടമാകുമ്പോഴും എന്തിനാ ബിഗ് ബോസ് വിളിച്ചു പറയുന്നതെന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. ഇവര് പറയുന്നത്, ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് എന്താണ്, ഇന്നലെ സായി ചെയ്തിട്ടുള്ള അതേ റൂള് തന്നെ ജാസ്മിനും ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസ് വിളിച്ചു പറയുന്നു ചെങ്കോലും താക്കോലും ഒരുമിച്ച് കയ്യിലുള്ള ആൾക്ക് മാത്രമേ രാജാവായി തുടരാൻ കഴിയുള്ളൂ എന്ന്. ഇപ്പൊ ചെങ്കോൽ ഇരിക്കുന്നത് പിന്നെ ശ്രീധുവിന്റെ കയ്യിലും താക്കോൽ ഇരിക്കുന്ന അഭിഷേകിന്റെ കയ്യിലാണ്. അപ്പൊ വേറൊരു രാജാവും അവിടെ ഇല്ല. അപ്പം ചെങ്കോലും പിന്നെ താക്കോലും ജാസ്മിന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജാസ്മിന് അധികാരവും ഇല്ലാന്ന്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു കണ്ടോ ഇതാണ് ഞാനും പറഞ്ഞതെന്ന്. അപ്പൊ മറ്റുള്ളവരും പറഞ്ഞു ഞങ്ങളും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇന്നലെ സായി ഇതുപോലെ ചെയ്തു, അപ്പൊ എല്ലാരും ഇവിടെ റൂള് ഫോളോ ചെയ്തിട്ടാ പോകുന്നത്, ജാസ്മിൻ മാത്രമാണ് ഇന്ന് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരുന്നതെന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത്. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തർക്കിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ പോയിരിക്കാൻ പറയുമ്പോഴത്തേക്കിനും ജാസ്മിൻ ആകെ വിഷമിച്ച് കരഞ്ഞ് പിന്നെ ഗാർഡൻ ഏരിയയിൽ പോയിരിക്കുകയാണ് ആ സോഫയിൽ. അപ്പൊ ശ്രീധു ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ ശ്രീധുവും പറയുന്നുണ്ട് ജാസ്മിൻ ഇപ്പൊ നീ എന്തിനാ അങ്ങനെ ഇതാക്കി പോയത്, ഒരു ഫണ്ണാക്കി എടുത്താൽ പോരായിരുന്നോ, ഇന്നലെ സായിയും അത് തന്നെയാണ് ചെയ്തത്. അപ്പൊ ജാസ്മിൻ പറഞ്ഞത് പിന്നെ സായി ജയിലിൽ വന്ന സമയത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്നാണ്. അപ്പം ശ്രീധു പറയുന്നത് ശരിയാണ്, ജയിലിൻ്റെ അവിടെ വന്നപ്പോൾ സംസാരിച്ചു, പക്ഷെ അത് കുറേ നേരം കഴിഞ്ഞിട്ടാണ്. അതുവരെ സായിനെ അവിടെ എല്ലാവരും എടുത്തോണ്ട് നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കുറേ ഫണ്ണായിട്ട് കൊണ്ട് നടന്നു. ഇപ്പം ഞാൻ കുറേ നേരം ഈ ചെങ്കോല് പിടിച്ച് നടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കൊണ്ട് തന്നേനെ, നീ എന്തിനാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിന് മുന്നേ പോയിട്ട് ആ താക്കോൽ ഊരിയിട്ട് കൊടുക്കാൻ പോയത് എന്നാണ് ശ്രീധു ചോദിക്കുന്നത്. ജാസ്മിന് ഫീൽ ചെയ്തത് ഇന്നലെ സായിൻ്റെ അടുത്ത് അവർ ഫണ്ണായിട്ടൊക്കെയാണ് അത് ചെയ്തത്, പക്ഷെ ജാസ്മിൻ്റെ അടുത്ത് ഇന്ന് ചെങ്കോൽ പിടിച്ച് മാറ്റിയതും ജാസ്മിൻ പറഞ്ഞിട്ട് കേൾക്കാത്തതും ഒക്കെ മനഃപൂർവ്വം ജാസ്മിനെ കുത്തി പറയാനും ജാസ്മിനെ നോവിക്കാനും വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ജാസ്മിനും സിജോയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്ക് തർക്കാവുന്നുണ്ട്. അപ്പം സിജോ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് കുത്തി പറയാമല്ലോ, അതിനെന്താ പ്രശ്നം, പിന്നെ നിങ്ങൾ പിന്നെ താരാട്ട് പാട്ടാനാണോ ഞാനിവിടെ ഇരിക്കുന്നതെന്നൊക്കെ പിന്നെ സിജോയും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് എനിക്ക് അതിശയം തോന്നിയത് നോറ ഇതിനിടയ്ക്ക് പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് പറയാണ് ഇതൊരു ഫൺ ടാസ്ക് അല്ലേ, ഇതെന്ത് കോമഡി ആയിട്ട് കൊണ്ടുപോകായിരുന്നു, ഇതെന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് എടുത്ത് പേഴ്സണലായിട്ടൊക്കെ എടുക്കുന്നതെന്ന്. അപ്പം ഇന്നലെ നോറ എന്തുവായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്,
നോറയ്ക്ക് ഇങ്ങനെ ഇന്നിപ്പോൾ ജാസ്മിൻ കരയുന്നത് കാണുമ്പോഴും ജാസ്മിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴും നോറയ്ക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയോ. സത്യം പറഞ്ഞാൽ ഞാൻ നോറേൻ്റെ മുഖത്ത് ഇത്രയും പ്രസന്നത കാണുന്നത് ആരെങ്കിലും കാര്യമായിട്ട് കുറ്റപ്പെടുത്താൻ കിട്ടുമ്പോൾ മാത്രമാണ്. ഇന്നലെ ഫുൾ ഡേ പിന്നെ കരഞ്ഞ് നിലവിളിച്ചോ ടാസ്കിലൊന്നും പങ്കെടുക്കാതിരുന്നിട്ടുള്ള ആളാണ് ഇന്ന് വന്നിട്ട് ഇതൊരു ഫൺ ടാസ്ക് ആണെന്നൊക്കെ ഉള്ളത് മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഇപ്പം അവർ മാത്രം ജാസ്മിൻ ഇതാക്കി സംസാരിക്കുകയല്ലായിരുന്നു, ജാസ്മിനും അങ്ങോട്ട് തർക്കിച്ചിട്ടുണ്ട്. ഇപ്പം രണ്ടുപേരുടെ ഭാഗത്തു നിന്ന് നോക്കിയാലും മറ്റ് കണ്ടസ്റ്റൻസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞാലാണ് ആ അധികാരം നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് പിന്നെ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുക, അതുവരെ മിണ്ടാതിരിക്കണം, അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ് റൂള്, അത് പാലിക്കണമെന്നുള്ളതാണ്. പക്ഷെ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ അധികാരം കിട്ടിയപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ അധികാരം ഒഴിയുമ്പോഴും എന്തിനാ വിളിച്ച് പറയുന്നതെന്നുള്ളതാണ് ജാസ്മിന്റെ ഭാഗത്ത് ജാസ്മിനും പറയുന്നത്. ഇതിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേര് പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പൊ മറ്റു കണ്ടസ്റ്റൻസ് പറയുന്നത് പോലെ ഇപ്പൊ സിജോ പറഞ്ഞില്ലേ, വേണമെങ്കിൽ കുത്തി പറയാം, ജാസ്മിനെ ഹട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാം, അത് ഈ ടാസ്കിന്റെ ഭാഗമാണ്. ഇപ്പൊ അവരും അവിടെ ഗെയിം കളിക്കാനാണ് വന്നത്. പിന്നെ ജാസ്മിൻ ആരോടും ഒന്നും പറയാതിരിക്കുന്ന വ്യക്തിയല്ലല്ലോ, അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയുന്ന ഒരാളല്ലേ. ഇപ്പം ജാസ്മിൻ ദേഷ്യം വരുമ്പോഴത്തേക്കിനും മറ്റുള്ളവരോട് ഏതൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞ് സംസാരിക്കുന്നതിനകത്ത് എന്തിനാണ് ഇതേപോലെ വന്നിരുന്ന കരയാനും മാത്രം എന്ത് റീസൺ ആണ് ഉണ്ടായിരുന്നതെന്നുള്ളത് എനിക്കറിയില്ല.